Hello friends, എല്ലാവർക്കും TechTalks-ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഗ്രേ ടോൺ പ്രിസെറ്റ് നമ്മൾ ഉണ്ടാക്കി. നിങ്ങൾ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് നോക്കി എന്ന് വിചാരിക്കുന്നു. സോ അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. സോ ഇന്ന് നമ്മൾ മറ്റൊരു പ്രിസെറ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ പ്രിസെറ്റ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രിസെറ്റാണ്. മൂഡി ഡാർക്ക് ഗ്രീൻ എന്നാണ് ഈ ഒരു പ്രിസെറ്റിൻ്റെ പേര്. സോ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഞാൻ ആ പ്രിസെറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഈ ഒരു ഫോട്ടോനകത്താണ് നമ്മൾ നമ്മുടെ പ്രിസെറ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. -10 എന്നുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് കോൺട്രാസ്റ്റ് ഞാൻ ഒരു 20 ലെവലിൽ സെറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഹൈലൈറ്റ്സ് ഞാനിവിടെ കുറയ്ക്കുകയാണ് ടു -20. അതുപോലെ ഷാഡോസ് നമ്മൾ ഈ കോൺട്രാസ്റ്റിൻ്റെ ഡബിളായിട്ട് സെറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു 40 റേഞ്ചിൽ നമ്മളിവിടെ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ വൈറ്റ്സും നമ്മൾ 40 റേഞ്ചിൽ സെറ്റ് ചെയ്യുകയാണ്. അതുപോലെ ബ്ലാക്ക്സ് നമുക്കൊരു -20 റേഞ്ചിൽ സെറ്റ് ചെയ്യാം. ഓക്കെ ദാറ്റ്സ് ഇനഫ്. ഇനി നമുക്ക് കേർവ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. കേർവ്സ് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 പോയിൻറ്റ്സ് നമ്മളിവിടെ എടുക്കണം. 1, 2 and 3. ഇനി നമ്മൾ ഈ ഒരു 3 പോയിൻ്റ് വെച്ചാണ് നമ്മൾ കേർവ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് താഴത്തോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് സെലക്ട് ചെയ്ത ഭാഗം താഴത്തോട്ട് കൊണ്ടുവരാം. ആൻഡ് ഫൈനലി തേർഡ് പോർഷൻ നമ്മൾ സെലക്ട് ചെയ്തത് താഴത്തോട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് സംവാട്ടായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. സോ ഇത്രയാണ് നമ്മുടെ കേർവ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഡണ്ണ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കളർ അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് വരാം. കളർ അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് വരുമ്പോൾ ഞാനിവിടെ വൈബ്രൻസ് ഒരു 10 സെറ്റ് ചെയ്യാണ്. അതുപോലെ സാച്ചുറേഷൻ ഞാൻ -20 ആ ഒരു റേഞ്ചിലോട്ട് ഞാൻ കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കളർ ഗ്രേഡ് ടൂൾ, അതായത് HSL പാനലിൽ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഓരോ കളേഴ്സിൻ്റെയും ഹ്യൂവും സാച്ചുറേഷനും ലുമിനൻസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ റെഡിൻ്റെ ഹ്യൂ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് സാച്ചുറേഷൻ കുറയ്ക്കുകയാണ്. അതുപോലെ തന്നെ ലുമിനൻസും കുറയ്ക്കുകയാണ്. അതുപോലെ ഓറഞ്ചിൻ്റെ ഹ്യൂ ഞാനൊരു -6 റേഞ്ചിലിട്ടിട്ട് സാച്ചുറേഷനും ലുമിനൻസും ഞാൻ കുറച്ചൊന്ന് ഒരു പൊടിക്ക് കൂട്ടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ യെല്ലോൻ്റെ ഹ്യൂ ഞാനൊരു -20 റേഞ്ചിൽ സെറ്റ് ചെയ്യുകയാണ്. അതുപോലെ ലുമിനൻസ് ഒരു -20 റേഞ്ചിൽ സെറ്റ് ചെയ്യുകയാണ്. സാച്ചുറേഷന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇനിയുള്ള ഈ ഒരു കളറാണ് നമ്മുടെ മെയിനായിട്ടുള്ള പോയിൻ്റ്, ഗ്രീനിലാണ് നമ്മുടെ പ്രിസെറ്റിൻ്റെ ആ ഒരു ബ്യൂട്ടി കിടക്കുന്നത്. ഞാനിവിടെ ഗ്രീന് കുറച്ചൊന്ന് അതിൻ്റെ ഹ്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് അതിൻ്റെ സാച്ചുറേഷൻ ഞാൻ -90 റേഞ്ചിലോട്ട് കൊണ്ടുവരുവാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിലോട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ലുമിനൻസും നല്ല രീതിയിൽ ഞാനിവിടെ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, സാച്ചുറേഷൻ ഒരു പൊടിക്ക് ഞാൻ കൂട്ടുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് ഇമേജ്. ഇനി നമുക്ക് കളർ ഗ്രേഡ് ടൂളിലോട്ട് വരാം. അതിന് മുന്നൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള കളറിൻ്റെ സാച്ചുറേഷൻ നമുക്കൊരു -50 റേഞ്ചിൽ വെക്കേണ്ടതുണ്ട്. സോ നമുക്കത് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ കളറിൻ്റെയും സാച്ചുറേഷൻ ഒരു -50 റേഞ്ചിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫോട്ടോയിലൊന്ന് ഓവറായിട്ട് നോക്കുമ്പോൾ ഈ ഫോട്ടോയുടെ സാച്ചുറേഷൻ കുറച്ചൊന്ന് കൂട്ടാമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാനിവിടെ സാച്ചുറേഷൻ -20 എന്നുള്ളത് ഒരു -10 എന്നുള്ള റേഞ്ചിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കളർ ഗ്രേഡ് ടൂളിലോട്ട് വരാം. കളർ ഗ്രേഡ് ടൂളിൽ നമ്മൾ ഷാഡോസിൻ്റെ ഹ്യൂ ഞാനിതാ ഈ ഒരു റേഞ്ചിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി അതിൻ്റെ സാച്ചുറേഷൻ നമുക്ക് ജസ്റ്റ് ഒരു പൊടിക്ക് കൂട്ടാവുന്നതാണ്. ഒരു 10 റേഞ്ചിൽ മതി. ഓക്കെ, അതുപോലെ നമ്മുടെ ഹൈലൈറ്റ്സിൻ്റെ ഹ്യൂ ഞാൻ എടുക്കുന്നത് ഈ ഒരു ലെവലിലാണ്. ഹ്യൂ ജസ്റ്റ് അതിൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45ലാണ് നിൽക്കുന്നത്. ഇനി സാച്ചുറേഷൻ ജസ്റ്റ് ഒരു 10 എന്നുള്ള രീതിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു പോർഷൻസ് കഴിഞ്ഞു. ബ്ലെൻഡിങ് ഞാൻ കുറച്ചൊന്ന് കൂട്ടാണ് ഒരു പൊടിക്ക്. ഓക്കെ, 54 റേഞ്ചിലാണ് ഞാൻ ബ്ലെൻഡിങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡണ്ണ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വിനിയറ്റ് ടൂളിൽ വന്ന് ക്ലാരിറ്റി ഒരു 10 ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഡീഹേസും ഞാനൊരു 10 ആയിട്ട് സെറ്റ് ചെയ്യുകയാണ്. വിനിയറ്റും കാര്യങ്ങളും ഞാൻ വേറെ ഇതിനകത്തൊന്നും കൊടുക്കുന്നില്ല.
സോ ഇനി നമുക്ക് നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഷാർപ്പനിങ്ങിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. നോയ്സ് റിഡക്ഷൻ ഞാനൊരു 20 റേഞ്ചിൽ വയ്ക്കുകയാണ്. ഓക്കെ, 20 റേഞ്ചിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കളർ നോയ്സ് റിഡക്ഷനും ഞാനൊരു 20 റേഞ്ചിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫോട്ടോനകത്ത് നോക്കുമ്പോൾ കളർ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിട്ട് ഞാൻ ഹ്യൂ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാണ് ഗ്രീൻസിൻ്റെ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രിസെറ്റ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കോപ്പി സെറ്റിങ്സ് ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ ഏത് ഫോട്ടോയിലാണോ വേണ്ടത് അവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. സോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ പ്രിസെറ്റ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് അടുത്തൊരു പ്രിസെറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന റീജിയൻ അനുസരിച്ചിരിക്കും നമ്മൾ ഇനി ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. സോ നിങ്ങളെല്ലാവരും ഇന്നത്തെ പ്രിസെറ്റ് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.